Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part C. Let's start. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റീഡിംഗ് പാർട്ട് സിയിലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഒരു സ്കെയർ കോഡ്സ് അല്ലെങ്കിൽ സ്നീർ കോഡ്സ് തന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്കെയർ കോഡ്സ് അല്ലെങ്കിൽ സ്നീർ കോഡ്സ് എന്നാൽ മറ്റൊന്നുമല്ല, നമുക്കൊരു വേർഡ് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ തന്നിട്ട് ആ വേർഡ് കൊണ്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുക എന്ന് ചോദിക്കും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് ഇത്തരത്തിൽ വേർഡ് തരുന്നതിനെയാണ് നമ്മൾ സ്നീർ കോഡ്സ് അല്ലെങ്കിൽ സ്കെയർ കോഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ നമ്മൾക്ക് വേർഡ് തരുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഒരു റൈറ്ററുടെ ഐറണി അല്ലെങ്കിൽ സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ വേർഡ്സ് തരുന്നത്. ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ വേർഡ്സ് തരുന്നതിനെയാണ് നമ്മൾ സ്നീർ കോഡ്സ് എന്ന് പറയുന്നത്, സ്നീർ കോഡ് അല്ലെങ്കിൽ സ്കെയർ കോഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. റൈറ്ററിൻ്റെ ഡിസഗ്രിമെൻറ്റിനെയോ സ്കെപ്റ്റിസിസത്തെയോ അല്ലെങ്കിൽ ഐറോണിയെയോ കാണിക്കാൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ തരുന്നത്. നമ്മളിൽ പലരും ഇതറിയാതെയാണ് ഈ വേർഡ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. ആ ഒരു പങ്ക്ച്വേഷന് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. നമ്മൾ ആ വേർഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സെൻറ്റൻസിൽ പോയിട്ട് നമുക്ക് ആ വേർഡ് മീനിങ് വരുന്ന രീതിയിലൊരു ആൻസർ ഓപ്ഷൻ കാണും, അത് നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ റൈറ്ററുടെ ഡിസഗ്രിമെൻറ്റിനെയാണ് കാണിക്കുന്നത്. ആ ഒരു വേർഡ് കൊണ്ട് നമുക്ക് ആ ഡിസഗ്രിമെൻ്റ് എന്താണെന്നാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മിക്കവാറും വരുമ്പോഴത്തേക്ക് അതൊരു നെഗറ്റീവ് മീനിങ്ങിലോട്ടായിരിക്കും. ഡിസഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ ഐറണി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് മീനിങ്ങിലോട്ടായിരിക്കും മിക്കവാറും അത് പോകുന്നത്. എല്ലായ്പ്പോഴും അല്ല, എങ്കിലും നമുക്കൊരു 90% പറയാം ഒരു നെഗറ്റീവ് മീനിങ് ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. അപ്പം റൈറ്ററുടെ ഐറണിയെയോ സ്കെപ്റ്റിസിസത്തെയോ ഡിസഗ്രിമെൻറ്റിനെയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഒരു വേർഡ് നമുക്ക് തന്നിട്ട് അതുകൊണ്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മളിൽ പലരും ഇത് അറിയാതെ ആ വേർഡിനെ ഫോക്കസ് ചെയ്തായിരിക്കും നമ്മൾ ആൻസർ എടുക്കുക. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകുമ്പോഴും നമ്മളിത് നോക്കുന്നില്ല, എന്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ആൻസർ തെറ്റി എന്നുള്ള കാര്യം നമ്മൾ പിന്നെ നോക്കുന്നില്ല. അടുത്ത മെറ്റീരിയൽ എടുത്തു അങ്ങനെ നമ്മൾ ചെയ്തു പോകും. ഇതിൽ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല ഈ ഒരു പങ്ക്ച്വേഷൻ്റെ റൂള്, ഈ ഒരു റൂള് വെച്ചാണ് ഇതിൻ്റെ ആൻസർ എടുക്കേണ്ടതെന്ന്. നിങ്ങളിൽ പലർക്കും അറിയാവുന്നവരുണ്ടായിരിക്കും, എന്നാൽ അറിയാൻ വയ്യാത്തവരും കാണും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ആദ്യമായിട്ടാണ് അറിയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാനിത് ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നുള്ളൊരു കാര്യം. കാരണം മറ്റൊന്നിനുമല്ല, കാരണം ഞാനിങ്ങനൊരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തിന് വരെ വീഡിയോ ഇടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ അല്ലേ, നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ ഞാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ അങ്ങനെയും, അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അതനുസരിച്ച് എനിക്ക് പിന്നീടുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ആ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. The writer places the word controlled in inverted commas to indicate that viruses. അപ്പം writer places the word controlled in inverted commas to indicate that viruses. അപ്പം controlled എന്ന വേർഡ് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുന്ന controlled എന്ന വേർഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന that viruses എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കിനി പാരഗ്രാഫിലോട്ട് പോകാം. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് മുന്നിലുള്ള സെൻറ്റൻസും ആ ഒരു വേർഡ് വരുന്ന സെൻറ്റൻസും വായിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പം അതല്ലെങ്കിൽ അവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വേർഡ് വരുന്നിടം വരെ ആദ്യം തൊട്ട് വായിക്കാം. അത്രയും ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് ആൻസറിലോട്ടാണ് എത്താൻ പറ്റുന്നതെന്ന് നോക്കുക.
Infectious disease continue to threaten global health security despite the decades of advances in hygiene, vaccination and antimicrobial therapies. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റിക്കുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രെട്ടാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റിയുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രെട്ടാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നിട്ടും ഡെസ്പൈറ്റ് ഓഫ് അഡ്വാൻസസ് ഇൻ ഹൈജീൻ, അതായത് ഹൈജീനിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടും വാക്സിനേഷൻസൊക്കെ വന്നിട്ടും ആൻറ്റിമൈക്രോബിയൽ തെറാപ്പീസ്, ഇങ്ങനെ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്, ഒരുപാട് ഡെവലപ്മെൻറ്റുകളൊക്കെ വന്നിട്ട് പോലും നമ്മുടെ ഹെൽത്ത് സെക്യൂരിറ്റിക്ക് ഇപ്പോഴും ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രെട്ടാണെന്നാണ് പറഞ്ഞത്. Population growth, widespread international travel and trade, political instability and climate change have caused the rapid changes in human population, wildlife and agriculture. In turn, increases the risk of infection transmission within and between the countries and from animal species. അപ്പം എന്താണ്, പോപ്പുലേഷൻ്റെ ഗ്രോത്തും വൈഡ് സ്പ്രെഡായിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രാവൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, ഇവയെല്ലാം എന്താണ്, നമ്മുടെ ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ ട്രാൻസ്മിഷൻ്റെ റേറ്റ് കൂട്ടുന്നു. ഇൻക്രീസിങ് ദ റിസ്ക് കൂട്ടുന്നു. ഇൻക്രീസിങ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ വിത്തിൻ ദ കൺട്രീസ് ആൻഡ് ബിറ്റ്വീൻ ദ കൺട്രീസ് ആൻഡ് ഫ്രം ദ ആനിമൽ സ്പീഷീസും. കൺട്രീസിനുള്ളിലും രണ്ട് കൺട്രികൾക്കിടയിലും ആൻഡ് ഫ്രം ആനിമൽ സ്പീഷീസിനിടയിലും ഒക്കെ ട്രാൻസ്മിഷൻ്റെ റിസ്ക് കൂട്ടുന്നു എന്നാണ്, ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ ട്രാൻസ്മിഷൻ റിസ്ക് കൂട്ടുന്നു എന്നാണ് പറയുന്നത്. New human pathogens have emerged and previously controlled viruses have re-emerged or expanded their range. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ന്യൂ ഹ്യൂമൻ പത്തോജൻസ് ഹാവ് എമേർജ്ഡ്, പുതിയ ഹ്യൂമൻ പത്തോജൻസ് എമേർജ് ചെയ്യുകയും പ്രീവിയസ്ലി കൺട്രോൾഡ് ആയിട്ടുള്ള വൈറസസ് റീ എമേർജ് ചെയ്യുകയും ഓർ എക്സ്പാൻഡഡ് ദെയർ റേഞ്ച്, അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ കൺട്രോൾഡ് എന്ന വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ പറയുന്നു, ഹാവ് ബീൻ റെഗുലേറ്റഡ്. നമ്മൾ ആ വേർഡിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എ ഓപ്ഷനിലോട്ട് പോകാൻ തോന്നും, അല്ലേ? കൺട്രോൾഡ്, റെഗുലേറ്റഡ്, അങ്ങനെ ഒരു മീനിങ്ങിൽ നമ്മൾ എ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞ ആ ഒരു റൈറ്ററിൻ്റെ ഡിസഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു ഐറണിയെ കാണിക്കാനായിട്ടാകുമ്പോൾ നമുക്ക് ഈ എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഹാവ് സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രീവിയസ്ലി കൺട്രോൾഡ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല. അവിടെ നമുക്ക് ബി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. സി ഓപ്ഷൻ പറയുന്നു, ഹാവ് നെവർ ട്രൂലി കെപ്റ്റ് ഇൻ ചെക്ക്. ഇതുവരെയും ചെക്ക് ചെയ്യാത്ത ഒരു വൈറസ്, അതാണ് കൺട്രോൾഡ് വൈറസസ് എന്ന് പറയുന്നത്. കൺട്രോൾഡ് എന്ന വേർഡ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഹാവ് നെവർ ട്രൂലി കെപ്റ്റ് ഇൻ ചെക്ക് എന്നുള്ളത്. അതായത് റൈറ്ററുടെ ഒരു ഡിസഗ്രിമെൻ്റാണ് അവിടെ പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ട് റൈറ്റർ ഇപ്പം ഇൻ്റലിജൻ്റ് എന്നൊരു വേർഡ് നമ്മൾ ഇൻവേർട്ടഡ് കോമയിൽ തന്നിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ഇൻ്റലിജൻ്റ് അല്ല എന്നുള്ളതാണ് റൈറ്റർ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അവിടെ ഒരു മീനിങ് എടുക്കാൻ പറ്റുക. റൈറ്ററുടെ ഡിസഗ്രിമെൻ്റ്, അല്ലെങ്കിൽ റൈറ്റർ സ്കെപ്റ്റിക്കലാണ്, ഇയാൾ ഇൻ്റലിജൻ്റ് ആണോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിൽ സ്കെപ്റ്റിക്കലാണ് എന്നുള്ള രീതിയിലാണ് അവിടെ ആ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഇൻ്റലിജൻ്റ് എന്നുള്ളൊരു വേർഡ് തരുമ്പോൾ നമുക്ക് അർത്ഥമെടുക്കേണ്ടത്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഹാവ് നെവർ ട്രൂലി കെപ്റ്റ് ഇൻ ചെക്ക്. അപ്പോൾ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നെവർ ട്രൂലി കെപ്റ്റ് ഇൻ ചെക്ക് നമ്മുടെ ഒരു നെഗറ്റീവ് മീനിങ് ആണ്, അല്ലേ? നെവർ ട്രൂലി കെപ്റ്റ് ഇൻ ചെക്ക്. ഡി എന്ന് പറയുമ്പോൾ വെയർ ബെറ്റർ അണ്ടർസ്റ്റുഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നേരത്തെ നല്ലോണം അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണോ കൺട്രോൾഡ് എന്നുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സി ആണ്. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഒരു വേർഡ് തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്ററുടെ സ്കെപ്റ്റിസിസത്തെയോ അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റിനെയോ അതും അല്ലെങ്കിൽ ഒരു ഐറണിയെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മീനിങ് അല്ല അവിടെ വരുന്നത്, അതിൻ്റെ ഒരു ഏകദേശം ഓപ്പോസിറ്റായി വരുന്ന ഒരു മീനിങ്ങിലോട്ടായിരിക്കും പോകുന്നത്.
ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.